അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പോയത് ഈ വീക്കിലോട്ടുള്ള ഫിഷ് പർച്ചേസിനായിട്ടാണ്. ഞാനും മിൻഹായും ഇക്കായും പിന്നെ നമ്മുടെ മിലോ കുട്ടനും കൂടിയാണ് പോയത്. ഗായത്തി മാർക്കറ്റിലുള്ള ഒരു ഫിഷ് ഷോപ്പിൽ നിന്നാണ് മീനൊക്കെ വാങ്ങിയത്. മീനുകളൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും ഒന്നും കൂടി ക്ലീൻ ചെയ്യണം, നമുക്ക് റീസ്റ്റോക്ക് ചെയ്യണം. ആദ്യത്തെ മീൻ തന്നെ ചാളയാണ്. ഞങ്ങൾ എറണാകുളത്തേക്ക് ഇതിന് ചാളയെന്നാണ് പറയുന്നത്. മത്തിയാണ് കേട്ടോ ഇത്. നല്ല അത്യാവശ്യം വലിപ്പമുള്ളതും മുട്ടയൊക്കെ ഉള്ള മീനായിരുന്നു. 1 കിലോയ്ക്ക് 18 ദിർഹംസ് ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചയൂണിന് ഞങ്ങളെല്ലാം കഴിച്ചത് ഈ ചാള മുളകിട്ടതും അതിന്റെ മുട്ട ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ മീൻ ഫ്രൈയും ഒക്കെയാണ് കഴിച്ചത് കേട്ടോ. പിന്നെ വാങ്ങിയത് ട്യൂണ ഫിഷ് ആണ്. ഏകദേശം 2 കിലോളം വലിപ്പമുള്ള ട്യൂണ ഫിഷ് ആയിരുന്നു. 15 ദിർഹംസ് ആണ് 1 കിലോത്തിന്. നമ്മുടെ വീട്ടിലെ പൂച്ചകളായ ലിലിക്കും മിലോയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് ട്യൂണ ഫിഷ്. അത് അത്യാവശ്യം നന്നായി ക്ലീൻ ചെയ്തിട്ട് അതിൽ നിന്ന് 2-3 കഷ്ണം എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പൂച്ചയ്ക്ക് കൊടുക്കാനേ. വേറെ ഒന്നും ചേർക്കാറില്ല, ഉപ്പ് പോലും ഇടാതെ വെറുതെ വെള്ളത്തിൽ മാത്രം വേവിച്ചാണ് അവർക്ക് കൊടുക്കാറുള്ളത്. പിന്നെ ബാക്കിയുള്ള മീൻ ഈ ഒരാഴ്ചത്തേക്ക് യൂസ് ചെയ്യുന്നതിനായിട്ട് 3-4 കഷ്ണങ്ങളുള്ള പോർഷൻസ് ആക്കി സിപ്പർ ലോ ബാഗിലാക്കി ഫ്രീസ് ചെയ്യാൻ വെച്ചു കേട്ടോ. പിന്നെ വാങ്ങിയ മീനാണ് സീഡിപ്പാര. അത് എനിക്ക് തോന്നുന്നു സീഡി പോലെ ഇരിക്കുന്ന ഒരു മീനാണ്, അതുകൊണ്ടായിരിക്കും അതിന് ആ പേര് വന്നിട്ടുണ്ടാവുക. 1 കിലോയ്ക്ക് 20 ദിർഹംസ് ആയിരുന്നു. അത് പൊരിക്കാൻ നല്ലതാണെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അതും ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലാക്കി പാത്രം നിറയെ വെള്ളം വെച്ചിട്ട് മാറ്റിവെച്ചു. നാലാമത്തേതായി വാങ്ങിയത് നങ്ക് അല്ലെങ്കിൽ മാന്തൽ എന്നൊക്കെ പറയുന്ന ഒരു മീനാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനായിരുന്നു കേട്ടോ. അതിന് 1 കിലോയ്ക്ക് 20 ദിർഹംസ്. ഈ കാണുന്നതാണ് ആ മീന്. തൊലിയെ കുരിച്ചാണ് അവൾ തന്നിട്ടുണ്ടായിരുന്നത്. അതും നല്ലതുപോലെ ക്ലീനാക്കി ഒരു പാത്രത്തിനകത്താക്കിച്ച് വെള്ളമൊക്കെ നിറച്ച് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ വാങ്ങിയത് കാളാഞ്ചിയാണ്. അത് 1 കിലോയ്ക്ക് 30 ദിർഹംസ് ആയിരുന്നു. തേങ്ങ കരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റുള്ള മീനാണ് ഈ കാളാഞ്ചി. അങ്ങനെ ഈ 5 തരത്തിലുള്ള മീനുകളാണ് ഈ ആഴ്ചത്തേക്ക് വാങ്ങിയത്. എല്ലാം ക്ലീൻ ചെയ്ത് ഓരോ ദിവസത്തേക്കുള്ള അളവിൽ നമ്മൾ പാക്ക് ചെയ്ത് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ എല്ലാ മീനും കൂടി ഈ ആഴ്ചത്തെ ബില്ല് 125 ദിർഹംസ് ആയിട്ടുണ്ട്. പിന്നെ മീൻ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയ വേസ്റ്റും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വീടിന് പുറത്തുള്ള പൂച്ചകൾക്കും കോഴികൾക്കും താറാവുകൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം സിങ്കും നല്ല രീതിയിൽ സോപ്പും ജിഫും ഒക്കെ ഇട്ട് കഴുകി പിന്നെ ഒരു സ്പ്രേ ഒക്കെ അടിച്ചു, സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഡിസിൻഫെക്റ്റൻറ്റ് സ്പ്രേ ഒക്കെ അടിച്ച് നന്നായി തുടച്ചിട്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.